മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, നാളെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശ്വാസികളുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ 3 വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിലെ 3 വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അത് 3 തോമാസ് ശ്ലീഹായുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നാമത്തെ ഭാഗം ബൈബിളിൽ ഒരു തുറന്ന് വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 16 വാക്യം. യോഹന്നാൻ 11:16. നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന്. യേശുവാണ് പുനരുത്ഥാനവും ജീവനും എന്ന് ഒരു ശിഷ്യനെ കുറിച്ചുള്ള ബോധ്യമാണ് തോമാസ് ശ്ലീഹായ്ക്ക് അവനോട് കൂടി പോയിട്ട് മരിക്കാമെന്ന ദൃഢനിശ്ചയം ഉണ്ടായത്. മരിച്ചു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ കർത്താവിന് വേണ്ടി മരിച്ചാല് ഉത്ഥാനം ചെയ്യുന്ന കർത്താവ് യേശുവാണ് പുനരുത്ഥാനവും ജീവനവും. മരിച്ചു കഴിഞ്ഞാലാണ് ആ കർത്താവിനെ അനുഭവിക്കാനായിട്ട്, കൂടുതലായിട്ട് അടുത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് തോമാസ് ശ്ലീഹ മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റു ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോഴും തോമാസ് ശ്ലീഹ പറഞ്ഞത് നമുക്കും അവനോട് കൂടി പോയിട്ട് മരിക്കാമെന്ന്. ആത്മീയത ഉള്ള വ്യക്തികൾക്ക്, കർത്താവിൽ വിശ്വാസമുള്ള വ്യക്തികൾക്ക് മാത്രമേ മരണത്തെ ഭയപ്പെടാതെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മരണത്തെ സ്വപ്നം കാണാൻ സാധിക്കുന്നത് ആഴമേറിയ വിശ്വാസമുള്ള വ്യക്തികൾക്ക് മാത്രമേ മരണത്തെ മുഖാമുഖം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധാത്മാക്കളൊക്കെ അവരുടെ മരണം മുൻകൂട്ടി കണ്ടവരാ, മുൻകൂട്ടി കാണുന്നവരാ. ആ മരണത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ് വിശുദ്ധാത്മാക്കൾ എല്ലാവരും. തോമാസ് ശ്ലീഹ യേശുവിടെ മരിച്ച് യേശു പറയും, ഞാനാണ് പുനരുത്ഥാനവും ജീവനവും, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് തോമാസ് ശ്ലീഹ ഇവിടെ വെമ്പൽ കൊള്ളുകയാണ്. യേശുവിൻ്റെ ദൈവികതയെക്കുറിച്ചിട്ടും യേശുവിൻ്റെ അമർത്യതയെക്കുറിച്ചിട്ടും ബോധ്യമുള്ള ഉത്തമ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു തോമാസ് ശ്ലീഹ. അതുകൊണ്ടാണ് തോമാസ് ശ്ലീഹ അങ്ങനെ പറഞ്ഞത്, നമുക്കും അവനോട് കൂടെ പോയിട്ട് മരിക്കാമെന്ന്. യേശുവിന് മരണമില്ല, യേശു മരിച്ച് ഉത്ഥാനം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തോമാസ് ശ്ലീഹയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമർത്യത, അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് തോമാസ് ശ്ലീഹ അത് അപ്രകാരം പറഞ്ഞു, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന്. രണ്ടാമത്തെ യേശുവിൻ്റെ പ്രഖ്യാപനം യോഹന്നാന്റെ സുവിശേഷം 14:5 വാക്യത്തിൽ കാണുന്നുണ്ട്. കർത്താവേ, കർത്താവ് നീ എവിടേക്ക് പോകുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. യേശുവാണ് പിതാവിലേക്കുള്ള വഴി എന്ന് യേശു കൃത്യമായിട്ട് പഠിപ്പിക്കുക. 3 വിശ്വാസ പ്രഖ്യാപനങ്ങൾ വളരെ വ്യക്തമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. യേശുവാണ് പിതാവിലേക്കുള്ള വഴി. യേശുവിനെ അറിയുന്നു, പിതാവിനെ അറിയുന്നു. യേശുവിനെ സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നവൻ പിതാവിനെ അനുഗമിക്കുന്നു. പിതാവും ഞാനും അഭേദ്യമായ ബന്ധമുണ്ടെന്ന് യേശു പഠിപ്പിക്കുക. അപ്പൊ തോമാസ് പിതാവിലേക്കുള്ള വഴി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ ഞങ്ങളെങ്ങനെ നിന്റെ പിന്നാലെ വരും? അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ഒരു വിശ്വാസം പ്രഖ്യാപിക്കുക, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അതിലും തോമാസിലേക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്.
യേശു പറഞ്ഞു, ഞാൻ എവിടെത്താനും ജീവനും മരിച്ചാലും ജീവിക്കുകയില്ല. രണ്ടാമത് പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ പിതാവിലേക്കുള്ള വഴി. നിങ്ങൾ ഒന്നുകൊണ്ടും അസ്വസ്ഥപ്പെടേണ്ട, എന്നിലൂടെ നിങ്ങൾ പിതാവിലേക്ക് എത്തിച്ചേരും, സ്വർഗം നിങ്ങൾ പ്രവേശിക്കും എന്ന് ചുരുക്കി പറഞ്ഞാലേ മനസ്സിലാക്കാം. ആ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഈശോ എന്ന് ഈശോ തോമാസിന് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഒരു അഭേദ്യമായ ബന്ധം യേശുവുമായിട്ട് തോമാസിലേക്ക് ഉണ്ടായി. ആ അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് തോമാസ് തന്റെ വിശ്വാസം പ്രഘോഷിക്കുന്നത്. അവിടെ 20:31 പറയുന്നുണ്ട്, ഓക്കെ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടുകൂടിയിട്ട് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുക. നിത്യജീവൻ ലഭിക്കുക. അവിടെ നഥാനിയേലെ ചോദിക്കുന്നുണ്ട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നുള്ളത്. യേശു ഉടനെ വന്ന് പറയുന്നുണ്ട്, വന്ന് കാണുക, വന്ന് കാണുക. വന്ന് കാണുക എന്ന് പറയുമ്പോൾ അതൊരു അനുഭവമാണ്. ഒന്നാമതായിട്ട് കണ്ടു കഴിഞ്ഞാലേ അത് അറിയും. കാണുക എന്ന് പറയുമ്പോൾ അറിയുക, അനുഭവിക്കുക, അഭിഷേകമായി മാറുക. അഭിഷേകമായി മാറുക എന്ന് പറഞ്ഞാൽ പ്രഘോഷിക്കുക. ഇവിടെ തോമാസ് ലീഗ ചെയ്തത് തന്നെയാണ്. 3 കാര്യങ്ങളാണ് യേശു തോമാസ് ലീഗയോട് പറഞ്ഞത്. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞു, കാരണം നിങ്ങൾക്ക് സമാധാനം എന്ന്. ആ ശിഷ്യന്മാരൊക്കെ അസ്വസ്ഥരായിരുന്നു. അതുകൊണ്ടാണ് യേശു പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ആശംസിച്ചത്. എന്നിട്ട് പറഞ്ഞു, തോമാസേ, നിന്റെ വിരല് ഇവിടെ കൊണ്ടുവരിക, നിന്റെ വിരല് കൊണ്ടുവരിക. നമുക്ക് വിരലില്ലെങ്കിലേ നിങ്ങൾ നല്ല ആലോചിച്ച് നോക്കിയാൽ വല്ല കാര്യമുണ്ട? കൈയുണ്ട്, ഈ വിരലൊന്നുമില്ല. ഒരു വല്ല സാധനം എടുക്കാൻ പറ്റൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഒരു പണി ചെയ്യാൻ പറ്റൂ? ഇല്ല. ആ വിരൽ നീ കൊണ്ടുപോവാ. എന്നിട്ട് എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടിയിട്ട് എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. എന്താർത്ഥം? എന്റെ കൈ കാണുക, ഒന്നാമത് പറഞ്ഞു വിരൽ കൊണ്ടുവരിക, എന്റെ കൈ കാണുക, എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. നമ്മള് ഒരാളെ കാണുമ്പോൾ എന്താ ചെയ്യാം? ഷെയ്ക്കൻഡ് കൊടുക്കും. എന്താർത്ഥം? നമ്മൾ പരിചയപ്പെടുമ്പോൾ ഷെയ്ക്കനോട് ഹലോ, അല്ലെങ്കിൽ ഈശ്വര സ്തുതി ആയിരിക്കട്ടെ, അല്ലെങ്കിൽ സ്തുതി കൊടുക്കും. നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക, നീ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ ഷെയ്ക്കൻഡ് കൊടുക്കുന്നത്. നീ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ്. നിന്റെ കൈ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലെ എൻ്റെ ആണിപ്പഴുതുള്ള കയ്യിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ കൈ കൊണ്ടുപോയിട്ട്, ഇപ്പൊ മേരിച്ചിട്ട് കൈ ഞാൻ ഷേക്കിന് കൊടുത്തിട്ട് കൈ കൊണ്ടുപോയിട്ട് എവിടേക്കാണെന്നറിയോ? നെഞ്ചില്, പാർശ്വത്തിൽ ഇവിടെ. അതിന്റെ അർത്ഥം എന്താ?
ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. തോമാസിലേക്കാണ് ആ നെഞ്ചോട് ചേരാനുള്ള ഭാഗ്യം കിട്ടിയത്. ഉത്തിതനായ കർത്താവിനെ അറിയാനായിട്ട്, അനുഭവിക്കാനായിട്ട്, അത് അഭിഷേകമായി മാറ്റുവാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് തോമാസ് ലീഗ. ആ നെഞ്ചിൽ തൊട്ടപ്പോഴാണ് തോമാസ് ലീഗ ഷോക്കടിച്ച പോലെ പറഞ്ഞത്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. ഈശോ കർത്താവും ദൈവവുമാണെന്ന് ഉടനെ തോമാസ് അവിടെ വിശ്വാസം പ്രഘോഷിക്കുക ചെയ്തത്. ആ പ്രഘോഷിച്ചതിന്റെ അടയാളമാണ് നമ്മൾ നാളെ ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമാസ് തിരുനാൾ ആഘോഷിക്കുന്നത്. ആ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അഭിഷേകത്തിൽ വളരാനായിട്ട്, കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട്, ഞങ്ങൾ അറിഞ്ഞതും അനുഭവിച്ചതും അഭിഷേകവുമായിട്ടുള്ള കർത്താവിനെ പ്രഘോഷിക്കാനാണ് സ്ലീഹന്മാരുടെ കർത്താവ് ആവശ്യപ്പെട്ടത്. തോമസ് ലിബർ കണ്ടതുകൊണ്ട്, കണ്ടുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, അറിയുക, അനുഭവിക്കുക, അഭിഷേകമായി മാറുക. അങ്ങനെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ആരായി ഭാഗ്യവാന്മാരെ? മാമോദിസ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരുമാണ് തോമാസ് ലീഗയെക്കാളും ഭാഗ്യം ചെയ്തവരെ. കാണാതെ വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു പരിശുദ്ധ കുർബാനയിലും കർത്താവിനെ അറിഞ്ഞ് അനുഭവിച്ച് അത് അഭിഷേകമാക്കി മാറ്റുമ്പോഴാണ് നമ്മളും ഭാഗ്യം ചെയ്തവരായിട്ട് മാറുന്നത്. കർത്താവിൻ്റെ തിരുരക്തത്താലെ, കർത്താവിൻ്റെ തിരുശരീരം സ്വീകരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ നെഞ്ചോട്, ആ തിരുവിലാവിനോട് ചേർന്നിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച നമ്മളാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവരെ. തോമാസിനെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. നമ്മൾ കാണാതെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് ആഴം കൂടുതലുള്ളത്. ഒരു പരിശുദ്ധ കുർബാനയിൽ ഈശോയെ നീ എഴുന്നള്ളി വരുന്നുണ്ട്, നിന്റെ തിരുശരീരവും നിന്റെ തിരുരക്തവുമാണ് ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്നത്, പ്രഘോഷിക്കുന്നത് എന്ന ബോധ്യമാണ് നമ്മളെ ആത്മാർത്ഥമായിട്ടും വളർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അവിശ്വാസത്തിന്റെ പ്രഘോഷണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.